കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ ഓഫീസിൽ വൻ ക്രമക്കേട്. വിജിലൻസ് അന്വേഷണത്തിലാണ് പദ്ധതി നിർവഹണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത്. വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, വിശദാംശങ്ങൾ. അർജുൻ, കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണിൽ ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് നടന്നത്. ഇതിലാണ് ഈ വൻ ക്രമക്കേട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേട് ഉള്ളതായാണ് വിജിലൻസിന്റെ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ഓവർസിയർ ആയിരുന്ന ഉദ്യോഗസ്ഥ 2025, അതായത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അധിക ചുമതല വഹിച്ചിരുന്നു. ആ സമയത്താണ് ഈ ക്രമക്കേടുകളെല്ലാം നടന്നിട്ടുള്ളത് എന്നാണ് ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ടെൻഡർ നടപടികളിലാണ് ഈ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത്. ടെൻഡർ ചെയ്തതായി കാണിച്ച് കോൺട്രാക്ടർമാരുമായി ഈ ഉദ്യോഗസ്ഥ ഒത്തുകളിച്ചു എന്നാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. കൃത്രിമ ടെൻഡറിലൂടെ പ്രവൃത്തി നടത്തുന്നതിന് എഗ്രിമെന്റ് വെക്കുകയും വിവിധ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്ത ഗുരുതരമായ ക്രമക്കേടുകളും വിജിലൻസ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ പ്രവൃത്തികളിൽ ടെൻഡറുകൾ തുറക്കുന്ന തീയതികൾ പറഞ്ഞെങ്കിലും ആ ദിവസം ഈ ടെൻഡർ ഒന്നും ലഭിച്ചില്ല എന്ന് കാണിച്ച് അടുത്ത ദിവസങ്ങളിൽ ഒരാൾ മാത്രം ഈ ടെൻഡർ നൽകിയതായും കാണിച്ചു. ഇത് എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ കൂടിയ തുകയിൽ ടെൻഡർ അംഗീകരിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു തന്ത്രമായാണ് ഈ വിജിലൻസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കോർപ്പറേഷന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. ടെൻഡർ വിളിച്ചതായി കോർപ്പറേഷൻ ഭരണാധികാരികളെയും മേലുദ്യോഗസ്ഥരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ക്രമക്കേടുകളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. ഈ എഗ്രിമെന്റ് വെച്ച പല പ്രവൃത്തികളും ആരംഭിച്ചിട്ടില്ലെന്നും ഈ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പലതിന്റെയും നിർമ്മാണ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3-4 കോൺട്രാക്ടർമാർ മാത്രമാണ് ഈ പ്രവർത്തികളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതും ദുരൂഹമായ ഒരു ഇടപാടാണ് എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലും ഇതേ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ആരോപണ വിധേയയായ ഈ ഉദ്യോഗസ്ഥ നിരവധി കോൺട്രാക്ടർമാരിൽ നിന്നും ഗൂഗിൾ പേ വഴി നിരവധി തവണ പണം കൈപ്പറ്റിയതായും അന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു അനുമതിക്കായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിന്റെ ഒരു തുടരന്വേഷണം എന്നുള്ള രീതിയിലാണ് വിജിലൻസ് കൂടുതൽ ഒരു പരിശോധന ഈ എടക്കാട് സോണൽ ഓഫീസിൽ നടത്തിയത്. അതിലാണ് ഇപ്പോൾ വലിയ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. വൻ ക്രമക്കേടുകൾ എന്ന് സംശയിക്കാവുന്ന പല ഇടപാടുകളും കണ്ടെത്തിയതിനാൽ അവിടെ അന്വേഷണം തുടരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന് പുറമെ SI PP നിജേഷ്, ASI ജയശ്രീ, സിവിൽ പോലീസ് ഓഫീസർ ഹൈറേഷ് എന്നിവരും ഈ പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. എന്തായാലും പരിശോധന തുടരും എന്നാണ് ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കുന്നത്. അർജുൻ.